എരഞ്ഞിപ്പറമ്പിൽ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്ന് വീടുകളിലേക്ക് ഒഴുകിയത് 50,000 ലിറ്റർ വെള്ളമാണ്. സംഭരണിക്ക് കാലപ്പഴക്കമുണ്ടെന്നും ജലസംഭരണം തൊട്ടടുത്ത ടാങ്കിലേക്ക് മാറ്റണമെന്നും നാട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. 120 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സംഭരണിയാണ് തകർന്നത്. മഴക്കാലത്തും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന പ്രദേശമാണിത്. 30 വർഷം മുൻപ് നാട്ടുകാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയായിരുന്നു ഇവിടെ കുടിവെള്ള വിതരണം നടന്നിരുന്നത്. അതിനായി നിർമ്മിച്ച ജലസംഭരണിയാണ് ഈ തകർന്നു കിടക്കുന്നത്. ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാടിന് സമീപത്തെ എരഞ്ഞിപ്പറമ്പിലാണ് ജലസംഭരണി. 120 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സംഭരണിക്ക് 30 വർഷത്തിലധികം പഴക്കമുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയായിരുന്നു പരിപാലനം. ജലസംഭരണിക്ക് കാലപ്പഴക്കം വന്നതോടെ സംഭരണം തൊട്ടടുത്ത മാളികത്തടം പദ്ധതിക്കായി നിർമ്മിച്ച ടാങ്കിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകിയിരുന്നു. 120 ഗുണഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണിത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തുള്ളൊരു ടാങ്ക് കിട്ടി അതിലേക്ക് ഈ കണക്ഷൻ മാറ്റണം എന്നുള്ളത്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും തീരുമാനം വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ ആൾക്കാർക്ക് കുടിവെള്ളം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ സംഘടനയുടെ കീഴിലും അല്ലാതെയുമായിട്ട് റെസിഡൻസിൻ്റെ കീഴിലൊക്കെ ആയിട്ട് ഞങ്ങൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ നൽകിയ നിവേദനത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനിടയിൽ നാട്ടുകാർ ആശങ്കപ്പെട്ടതുപോലെ എരഞ്ഞിപ്പറമ്പ് ജലസംഭരണി തകർന്നു. മാളികത്തടം ജലസേചന പദ്ധതിക്കായി പണിത ടാങ്ക് എരഞ്ഞിപ്പറമ്പ് ജലസംഭരണിയുടെ മീറ്ററുകൾ മാത്രം അകലെയാണ്. ടാങ്ക് വർഷങ്ങളായി ഉപയോഗിക്കുന്നുമില്ല. വെള്ളം എത്തിക്കേണ്ട മാളികത്തടം ടാങ്ക് നിർമ്മിച്ചതിനേക്കാൾ ഉയരത്തിലുള്ള പ്രദേശമായതിനാൽ വർഷങ്ങളായി ഈ ടാങ്ക് നോക്കുകുത്തിയാണ്. ഇതിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ കാലപ്പഴക്കത്തിനുപരി അതുപോലെ തന്നെയാണ് ആ ടാങ്ക്. നല്ല ഹൈറ്റുള്ള ടാങ്കാണ്. അപ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും സുഖമായിട്ട് വെള്ളം കിട്ടാനും കുറച്ച് കണക്ഷനൊക്കെ ആവശ്യപ്പെട്ട ആൾക്കാർക്കുണ്ട്. അവർക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത് താഴ്ന്ന ടാങ്ക് ആയതുകൊണ്ട് അവർക്ക് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൊടുത്തത്. കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം തന്നെ കൊടുത്തത്. അപ്പോൾ അതിന് പഞ്ചായത്താണ് ഫിറ്റ്നസ് തരുന്നത്. ഫെബ്രുവരിയിലാണ്. ടാങ്ക് തകർന്നത് രാത്രിയായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. പകലായിരുന്നെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ മുറ്റത്തുണ്ടാകുമായിരുന്നു. ഒരു സ്മാരകം പോലെ ഇവിടെ ഈ ടാങ്ക് ആവശ്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള കണക്ഷനുകൾ ഈ ടാങ്കിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത് ഇനിയും വൈകരുത്. അഭിത്തിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാർക്ക് ഇനി ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. പ്രതികരണങ്ങളിലേക്ക്. 30-35 വർഷം പഴക്കമുള്ളൊരു ടാങ്ക് തന്നെയാണിത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 40ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് 140ഓളം കണക്ഷനാണ് നമുക്കുള്ളതെങ്കിലും എരഞ്ഞിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് 40ഓളം വീടുകളുണ്ട്. കബേരലിൽ എണ്ണാവുന്ന കിണറുകൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പം മഴക്കാലമായാലും വേനൽക്കാലം പറയേണ്ടതില്ല, മഴക്കാലമായ വളരെയേറെ ബുദ്ധിമുട്ട് പ്രയാസവും അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ളത്തിന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഈ ടാങ്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ടാങ്കിൻ്റെ ഭൂരിഭാഗം അടർന്നു വീണുകൊണ്ട് ഇനി ഇതിലൊരു വെള്ളം ക്രമീകരിക്കുന്ന ഒരു സംവിധാനം ഇനി ശാശ്വതമല്ല. നഷ്ടങ്ങൾ 5 വരി 4 വരി ഉയരത്തിൽ ഒരു 10 മീറ്ററോളം അങ്ങനെ കെട്ടി തേച്ച് മതിൽ അത് പൊളിഞ്ഞു പോയി. പിന്നെ സൈക്കിള് കുത്തിമറിഞ്ഞ് അതിൻ്റെ കോർക്കൊക്കെ വെൻ്റായിപ്പോയി. ബ്രേക്ക് ലൈറ്റ് പൊട്ടിപ്പോയി. ജലസംഭരണികൾ അത് കൃത്യമായി തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട ആവശ്യത്തേക്ക് വിരൽ ചൂണ്ടുകയാണ് രവികുമാർ PV. റീന സതീശനാകട്ടെ കുടിവെള്ളം കിട്ടാതെ ഗതികെട്ടാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.